ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വി ക്യാൻ ബി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മുടെ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, കമ്പനി കോർപ്പറേറ്റ് ഡ്രൈവർ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ്, പെയ്ഡായിട്ടുള്ള ക്ലാസ്സസ് ആപ്പ് വഴി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. ഫ്രീ ആയിട്ട് കുറച്ച് ക്ലാസ്സസ്, ഫുൾ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. 399 രൂപയെ വില വരുന്നുള്ളൂ. ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഫുൾ സിലബസിലുള്ള ക്ലാസ്സും നോട്ട്സും അതേപോലെ മോക്ക് ടെസ്റ്റുകൾ, അതിൻ്റെ അപ്ഡേറ്റുകൾ, ബാക്കി കാര്യങ്ങളെല്ലാം, മെൻറ്റർഷിപ്പും എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് കുറച്ച് ക്ലാസ്സസ്, റാൻഡമായിട്ട് കുറച്ച് ടോപ്പിക്സ് നമ്മൾ യൂട്യൂബിൽ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ്സസ് എങ്ങനെയുണ്ടെന്ന് വിലയിരുത്താനായിട്ട്. ആ ക്ലാസ്സസ് ഇഷ്ടമുണ്ടെങ്കിൽ ഈ നിലവാരത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സസും വരുന്നത്. ക്ലാസ് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇപ്പോൾ എടുക്കുന്ന ഫ്രീ ക്ലാസ്സസിൻ്റെ നോട്ടും അതേപോലെ അപ്ഡേഷൻസ് ആയിട്ട്, നമ്മുടെ അപ്ഡേഷൻസൊക്കെ അറിയണമെന്നുള്ളവർക്ക് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ രണ്ടും ജോയിൻ ചെയ്ത എല്ലാ അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യമായിട്ട് തന്നെ പുതുതായിട്ട് വരുന്നവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ എക്സാമുകൾക്ക് 30 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്, ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത്. ആ ഒരു ഭാഗമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, 30 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗമാണ് ഇപ്പം നമുക്ക് ഡെമോ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്ക് സിലബസിൽ 6 ഭാഗം അല്ലെങ്കിൽ 6 മൊഡ്യൂളായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ ഫുള്ളില്ല, ആദ്യത്തെ മൊഡ്യൂളിലെ ഒരു ഭാഗം, ആദ്യത്തെ ഒരു ഭാഗമാണ്, ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. മോട്ടോർ വാഹന നിയമം. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മോട്ടോർ വാഹന നിയമം. ഇന്ത്യയുടെ മോട്ടോർ വാഹന നിയമം 1988 പാസ്സായ മോട്ടോർ വാഹന നിയമമാണ് ഈ ഒരു സിലബസിൽ മൊത്തം പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത് 1988. അതുകൊണ്ട് തന്നെ ഇതറിയപ്പെടുന്നത് മോട്ടോർ വാഹന നിയമം 1988. ഈ ഒരു നിയമത്തിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ ഈ വർഷമുണ്ട്, മോട്ടോർ വാഹന നിയമം 1988. ഇത്രയാണ് ആ നിയമത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ നിയമമായതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങളൊക്കെ വരേണ്ട ആവശ്യം വന്നപ്പം 2019 ഇതൊരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ നിയമത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കാനായിട്ട് നമുക്ക് ഇപ്പം തന്നെ അറിയാം. നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളുണ്ട്. പല സംസ്ഥാനങ്ങൾക്കും പല രീതികളാണ് അല്ലേ. ഇപ്പം നമുക്ക് ഒരു 500 രൂപ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 500 രൂപ ഒരു പെറ്റിയെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഒരു ആവറേജ് എമൗണ്ട്. പക്ഷേ വേറെ ഒരു ഇത്തിരി കൂടെ ദരിദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ ദരിദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് ഇച്ചിരി മൂല്യം കുറവുള്ള, ഇപ്പം ആസാം അതേപോലെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത്രയും മൂല്യമില്ല പൈസയ്ക്ക്. അവർക്ക് ജോലി ചെയ്താലും നമുക്ക് കിട്ടുന്ന അത്രയും പൈസ അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് 500 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു തുകയായി പോകും. അപ്പോൾ ഈ നിയമത്തിനൊന്നും ഏകീകൃതമായിട്ടുള്ളൊരു നിയമം, ഒരു വ്യവസ്ഥ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു മോട്ടോർ വാഹനത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ, നമുക്ക് എന്താണ് നിയമം എന്നൊക്കെ പറയുന്ന ഒരു ഔട്ട്ലൈനാണ് ഈ മോട്ടോർ വാഹന നിയമം. ഇത് നടപ്പിലാക്കാനായിട്ട് ഓരോ സംസ്ഥാനത്തും സ്പെഷ്യലായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതേപോലെ തന്നെ അത് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഒരു വ്യവസ്ഥകൾ, ഈ നിയമത്തിൽ ഓരോ നിയമങ്ങളും അതിൻ്റെ ശിക്ഷകളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ നിയമങ്ങൾ നമുക്ക് നിയമങ്ങളനുസരിച്ച് ചെയ്യണമെങ്കിൽ കുറേ റൂൾസ് അല്ലെങ്കിൽ കുറേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളൊക്കെ പറയുന്നത് നമ്മുടെ മോട്ടോർ വാഹന റൂൾസിലൂടെയാണ്. മോട്ടോർ വാഹന റൂൾസ്, മോട്ടോർ വാഹന നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇന്ത്യയിലുള്ള ഒരു നിയമം, മോട്ടോർ വാഹന നിയമം 1988. ഇത് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഒരു റൂളെന്ന് വെച്ചാൽ കുറേ നിബന്ധനകളൊക്കെ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകം അതിറക്കിയിട്ടുണ്ട്. അതാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള്. അതിൻ്റെ പേര് CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള്. നമുക്ക് പരീക്ഷയ്ക്കൊക്കെ CMVR എന്നേ കാണത്തുള്ളൂ, ഫുള്ളായിട്ടുള്ള കാണത്തില്ല. അതൊന്ന് അറിഞ്ഞിരിക്കുക. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള്. ഈ റൂള് നിലവിൽ വന്നത് 1989. 1988 മോട്ടോർ നിയമം വന്നത്, മോട്ടോർ വാഹന നിയമം വന്നത്. ഒരു വർഷത്തിന് ശേഷം 1989 ഈ റൂളുകളൊക്കെ ക്രോഡീകരിച്ച് കേന്ദ്ര സർക്കാർ ഒരു പൊതുവായിട്ടുള്ളൊരു റൂള് ഇറക്കിയത്. അതേപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളും ഒന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു സെൻട്രൽ മോട്ടോർ വാഹന റൂള് തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും ഒക്കെ അനുസരിച്ച് ഓരോരുത്തർക്കും വണ്ടി ഓടിക്കുന്നതിനും എല്ലാം വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ അനുസരിച്ച്, അവരുടെ സാമ്പത്തിക ഘടനകളൊക്കെ അനുസരിച്ചും വ്യത്യാസം വരും. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും അതേപോലെ ഉണ്ടാക്കും. നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനത്തിൻ്റെ ഒന്നും പഠിക്കേണ്ട, നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ റൂള്, അതാണ് കേരള വാട്ടർ എന്നാണ് ഈ ടൈപ്പിംഗ് ചെയ്യുമ്പോഴത്തേന് തെറ്റ് വരുന്നത് കേട്ടോ. മോട്ടോർ വെഹിക്കിൾ റൂളാണേ.
കേരള മോട്ടോർ വെഹിക്കിൾ റൂള്, അതിനെ KMVR എന്ന് പറയുന്നു. KMVR ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 1989 നടപ്പിലാക്കിയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല, ഇതിനകത്തുനിന്നും ഒത്തിരി ചോദ്യം വരാനായിട്ട് സാധ്യത, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കും എന്താണ് CMVR KMVR. അപ്പം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് ഫുള്ളായിട്ടൊരു നിയമമുണ്ട്. അതാണ് 1988 മോട്ടോർ വാഹന നിയമം. ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 2 റൂളുകൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ റൂളിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കിയ റൂളിൻ്റെ പേരാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ. ഈ റൂള് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇന്ത്യ ഫുള്ള് ബാധകമായിട്ടുള്ള റൂളാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ എന്ന് പറയുന്നത്, CMVR. ഇന്ത്യ ഫുള്ള് വ്യാപകമാണ്, ഫുള്ള് അതിൻ്റെ വ്യാപ്തിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയൊരു റൂളാണ് KMVR അല്ലെങ്കിൽ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ല, കേന്ദ്രഭരണ പ്രദേശത്തൊന്നും ബാധകമല്ല. KMVR കേരളത്തിൽ മാത്രമുള്ള ഒരു നിയമമാണ്, കേരള സർക്കാർ രൂപീകരിച്ച ഒരു റൂളാണ്, നിയമമല്ല റൂളാണ് KMVR. നമുക്ക് ഈ 3 നിയമങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പം മോട്ടോർ വെഹിക്കിൾ നിയമം MV ആക്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്, MVA എന്ന് പറയും. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള് CMVR, മറ്റേത് KMVR. അപ്പോൾ ഈ 3 ടേമുകൾ ഓർത്തിരിക്കുക, MVA, CMVR, KMVR. അപ്പോൾ ഇതിൻ്റെ കുറേ സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ MVAക്കകത്താണ് ഈ മോട്ടോർ വെഹിക്കിൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് അല്ലെ നിയമത്തിനകത്തെ ഓരോ സംഭവങ്ങളും ഓരോ സെക്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. ഓരോ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3, നമ്മുടെ IPC CRPC ഒക്കെ പോലെ സെക്ഷൻ നമ്പർ ആയിരിക്കും. സെക്ഷൻ 1 എന്താണ് പറയുന്നത്, സെക്ഷൻ 2 ഡെഫിനിഷൻ സെക്ഷൻ, അതേപോലെ തന്നെ മദ്യവെച്ച് ഓടിക്കുന്നതിന് ഒരു സെക്ഷൻ, അങ്ങനെ അമിത വേഗത്തിന് വേറൊരു സെക്ഷൻ, അങ്ങനെ സെക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ ഓരോ സെക്ഷനിൽ ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ നിയമത്തിലാണ് സെക്ഷനുകൾ വരുന്നത്. പിന്നെ CMVRലും KMVRലും റൂളുകളാണ്. റൂൾ 1, റൂൾ 2, റൂൾ 3 എന്നൊക്കെ പറഞ്ഞ് റൂളുകളാണ് CMVRനകത്തും KMVRനകത്തും വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നടന്ന ഫയർമാൻ എക്സാമിനകത്ത് MV സെക്ഷൻസ് ചോദിച്ചിട്ടില്ല, നമ്പറുകൾ, സെക്ഷൻ്റെ നമ്പർ ചോദിച്ചിട്ടില്ല, CMVRൻ്റെ നമ്പർ ചോദിച്ചിട്ടില്ല, KMVRൻ്റെ നമ്പർ ചോദിച്ചിട്ടില്ല. പക്ഷേ പോലീസ് ഡ്രൈവറിൽ ഇത് 3ഉം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെക്ഷൻസിൻ്റെ ഇതിനകത്ത് പഠിക്കുന്ന ഒത്തിരി സെക്ഷൻസ് ഉണ്ട്, അത് ഫുള്ള് പഠിക്കാനൊന്നും നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷൻസ് മാത്രം എടുത്തിട്ട് അത് കാണാതെ പഠിക്കുക. ഇന്നതിനെക്കുറിച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന സെക്ഷൻ ഇന്നതാണ്, അങ്ങനെ ഓരോ റൂള്, ഇന്ന റൂൾ ഏതാണ്, ആ റൂളിൻ്റെ നമ്പരൂടെ ആദ്യം തന്നെ നമുക്ക് പോർഷൻ തിരിച്ച്, അതെല്ലാം ഞാൻ പഠിക്കാനുള്ള റൂൾസ് എല്ലാം സ്പെഷ്യലായിട്ട് തരാം, റൂൾസ് മാത്രമായിട്ട് എഴുതി തരാം. അതൊക്കെ നമുക്ക് കാണാതെ പഠിക്കണം. അപ്പം പഠിക്കണമെന്നുള്ളത് ആദ്യം തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, പഠിക്കണം. ഞാൻ ഈ വീഡിയോയിലൂടെ വേണ്ട സെക്ഷനുകൾ റൂളുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, അത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാതെ പഠിക്കുക. ആ സെക്ഷൻ്റെ നമ്പർ ഒരു സെക്ഷൻ്റെ നമ്പർ തന്നാൽ അതെന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്കപ്പം മൊഡ്യൂൾ 1 ആദ്യത്തെ സെക്ഷൻ പഠിക്കാം. ആദ്യത്തെ സെക്ഷൻ്റെ സിലബസിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ടെസ്റ്റിംഗ് ഓഫ് നോളജ് ഓഫ് MV ആക്ട് 1988, CMVR 1989, KMVR 1989. ഡെഫിനിഷനുകളാണ് ഈ സെക്ഷനിൽ പറയുന്നത്. എന്താണ് ഡെഫിനിഷൻ എന്ന് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് ഒത്തിരി നിയമങ്ങളുണ്ടല്ലേ, IPC CRPC, അതൊക്കെ ഇപ്പം മാറി BNS ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സിലബസിലും ആ മാറ്റങ്ങളുണ്ടാവാം. അപ്പം അതേപോലെ തന്നെ ഒത്തിരി നിയമങ്ങളുണ്ട്. അങ്ങനെ വരുന്നതാണ് നമ്മുടെ ഈ MV ആക്ട്. എല്ലാ നിയമങ്ങളും, ഏത് നിയമം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമുക്ക് നിയമങ്ങളിലെല്ലാം സെക്ഷൻസ് ആണെന്ന് പറഞ്ഞല്ലോ, സെക്ഷൻ 1, 2 എന്ന് പറഞ്ഞ് സെക്ഷൻസ് ഉണ്ട്. എല്ലാ നിയമത്തിൻ്റെ IPC CRPC എവിഡൻസ് ആക്ട്, അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് എടുത്താലും എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ സെക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിൻ്റെയും രണ്ടാമത്തെ സെക്ഷൻ 1ആണ്. അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇത് പഠിച്ചാൽ നമുക്ക് ഇനി അടുത്ത നിയമങ്ങൾ പഠിക്കുമ്പോഴും സെക്ഷൻ 2 ഇത് തന്നെയായിരിക്കും. സെക്ഷൻ 2 ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം എന്നാണ്. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു നിയമത്തിൻ്റെ പുസ്തകം എടുത്ത്, ഇതൊക്കെ ഒരു പുസ്തകം, ഒരു നിയമ പുസ്തകം, ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ അതിനകത്ത് കുറച്ച് വാക്കുകൾ കാണും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പം ഭരണഘടന എടുക്കുകയാണ്. ഭരണഘടന എന്ന് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്നൊരു വാക്ക് ഭരണഘടനയെ കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മൾ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഭരണഘടന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനമാകാം, ചിലപ്പോൾ ഒരു ജില്ലയാകാം, ചിലപ്പോൾ ഒരു രാജ്യത്തെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പം ഓരോ നിയമത്തിലും ഓരോ വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളല്ല, ആ നിയമത്തിൽ അതിനൊരു സ്പെഷ്യലായിട്ടുള്ള അർത്ഥങ്ങൾ കാണും. ആ അർത്ഥം
നിർവചിക്കുന്ന സെക്ഷനാണ് ഈ സെക്ഷൻ 2 നിർവചനം എന്ന് പറയുന്ന സെക്ഷൻ. ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ ഇനി ഈ നിയമം വായിച്ച് പോകുമ്പോഴത്തേന് ഇപ്പം പഠിക്കുന്ന കുറച്ച് വാക്കുകൾ കണ്ടാൽ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡെഫിനിഷനുകൾ അല്ലെങ്കിൽ കുറച്ച് നിർവചനങ്ങൾ, കുറച്ച് സാധനങ്ങളുടെ നിർവചനം പഠിക്കാനുണ്ട്. അതിൻ്റെ സെക്ഷൻ നമ്പരൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് ഈ നിയമത്തിൽ കണ്ടാൽ എന്താണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ? ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 2 നിർവചനം പറയുന്നത്. അതിൽ സബ് സെക്ഷനുണ്ട്. 2 എന്ന് പറയുന്ന സെക്ഷനിലാണ് 2 സബ്സെക്ഷൻ 2 അതിലാണ് ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണ്. അപ്പോൾ ആ സെക്ഷൻ ഓർത്തിരിക്കുക. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളിനെ കുറിച്ച് പരാമർശിക്കുന്ന മോട്ടോർ വാഹന നിയമ സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ 2 സബ്സെക്ഷൻ 2. 2 നിങ്ങൾ പഠിച്ചാൽ മതി. 2 സബ്സെക്ഷൻ 2. ഓക്കെ. അപ്പോൾ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണെന്ന് അറിയാൻ നമുക്കൊരു ഫിഗർ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം കണ്ടില്ല ഈ ഒരു വാഹനം. ഇപ്പോൾ ഈ ഒരു വാഹനം കണ്ടാൽ ഒരു ലോറിയാണ് അല്ലേ? ഒരു ലോറിയുടെ പുറകിൽ ലോഡുണ്ട്. ലോഡിൻ്റെ അവിടെ നിന്ന് വേറെ ഇത് കണ്ടോ, ഇവിടെ ഒരു ജോയിൻ ചെയ്തിട്ട് വേറെ ഒരു ലോഡ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ബോക്സ് വേറെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഇതിനെ ഈ ഒരു ജോയിൻറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിനെ പിവറ്റ് ജോയിൻ്റ് എന്ന് പറയും. പിവറ്റ് ജോയിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. പിവറ്റ് ജോയിൻ്റ് എന്നാണ് പറയുന്നത്. 2 വാഹനങ്ങൾ പിവറ്റ് ജോയിൻ്റ് ചെയ്ത് ഒന്നാക്കിയേക്കാണ്. ഈ ഒരു ഭാഗത്തിന് എൻജിനില്ല. ഈ ഒരു ഒറ്റ എൻജിൻ ഭാഗത്തേലാണ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് മൊഡ്യൂളിലാണ് ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നല്ല വളവുകൾ ഇപ്പം തിരിക്കാനായിട്ട്, നല്ല ബുദ്ധിമുട്ടുള്ള വളവുകൾ, നീളം കൂടിയ വണ്ടികൾ പെട്ടെന്ന് തിരിയാനായിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ഇത് പല രീതിയിൽ ഉപയോഗിക്കും. നമ്മൾ കാണുന്നതല്ല വലിയ ലോഡൊക്കെ കൊണ്ടുപോകുന്ന ട്രെയിലറുകൾ, അതുമല്ല ഈ സെയിം രീതിയിലാണ്. ഇങ്ങനെ 2 കണ്ടെയ്നർ ഇല്ലെന്നേ ഉള്ളൂ, ഒറ്റ കണ്ടെയ്നർ. പക്ഷേ ഈ ഒരു നമ്മുടെ ഈ എൻജിൻ അല്ലെങ്കിൽ ആളിരിക്കുന്ന ക്യാബിനുമായിട്ട് ഒരു പിവറ്റഡ് ജോയിൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വണ്ടി അത് നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് ട്രെയിലറിന് സ്പെഷ്യൽ ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത വാഹനങ്ങളെയാണ് സത്യം പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വളവുകൾ നന്നായി തിരിക്കുന്നതിനായി സ്ഥിരമായോ താൽക്കാലികമായോ പിവറ്റഡ് ജോയിൻറ്റുകളാൽ ബന്ധിപ്പിച്ച വാഹനങ്ങളാണ് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. ശരിക്കും നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് സെമി ട്രെയിലറുമായി ഘടിപ്പിച്ച മോട്ടോർ വാഹനം. ഈ പറയുന്ന പുറകിലത്തെ സാധനമാണ് സെമി ട്രെയിലർ. ഒരു വാഹനമുണ്ട്, അതിൻ്റെ ഒരു വാഹനത്തിൻ്റെ പുറകിൽ എന്താണ് ഒരു സെമി ട്രെയിലർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു സെമി ട്രെയിലറാണ്, ഘടിപ്പിച്ചിട്ടുണ്ട്. പിവറ്റ് വെച്ച് ജോയിൻ ചെയ്തേക്കുവാണ് വളയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. ഈ ഒരു സാധനത്തിൻ്റെ പേരാണ് സെമി ട്രെയിലർ. ഒരു സെമി ട്രെയിലർ ഘടിപ്പിച്ചിട്ടുള്ള വാഹനത്തെ എന്ത് വിളിക്കാം? ഈ പറയുന്ന ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയും. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 2 നമ്മൾ പഠിച്ചു. ഇതാണ് ആദ്യത്തെ സെക്ഷൻ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അത് നിയമത്തിലെ എല്ലാ 2 പറയുന്നത്. 2-4 മറ്റേത് 2-2 ആണെങ്കിൽ ഇത് 2-4 പറയുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് കാണുമ്പോൾ ഒരു സംശയം തോന്നാം, പക്ഷേ തിരിച്ച് വായിച്ചാൽ മതി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ആർ സി ബുക്ക് എന്നൊക്കെ പറയുന്ന സാധനം ആ സെയിം തന്നെ. ഇപ്പോൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു RC തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. തിരിച്ച് വായിച്ചാൽ മതി. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നാൽ അധ്യായം 4 ഏതിലെ അധ്യായമാണ്? നമ്മുടെ മോട്ടോർ വാഹന നിയമമുണ്ട്. മോട്ടോർ വാഹന നിയമം അതിനെ തന്നെ നമ്മൾ ഒത്തിരി അധ്യായങ്ങളായിട്ട്, അധ്യായം 1 ഇന്ന കാര്യങ്ങൾ പറയുന്നു, അധ്യായം 2 ഇന്ന കാര്യങ്ങൾ പറയുന്നു, അധ്യായം ഭരണഘടനയൊക്കെ പോലെ തന്നെ ഓരോ അധ്യായങ്ങളാണ്. അതിൻ്റെ അധ്യായം 4 കുറച്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ കുറച്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് ഒരു മോട്ടോർ വാഹനം റോഡിൽ കൂടെ ഓടണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ള ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ അനുസരിച്ച് മോട്ടോർ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന്, അത് വാലിഡായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സൈൻ ചെയ്ത് നൽകുന്ന അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അത് അംഗീകരിച്ച് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, നമ്മുടെ വാഹനം റോഡിലൂടെ ഓടിക്കാനായിട്ട് യോഗ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു അതോറിറ്റി, മോട്ടോർ വാഹന അതോറിറ്റിയോ എങ്ങനെയുള്ള അതോറിറ്റികൾ ഏതെങ്കിലും ഒരു അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റിനെയാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഭാഗം 4 ഈ ഒരു വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ആ വ്യവസ്ഥകൾ അനുസരിച്ച് വണ്ടി ഓടിക്കാൻ പാകമായിട്ടുള്ളൊരു വാഹനമാണ് എന്ന് ഒരു യോഗ്യതയുള്ള അധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. സെക്ഷൻ ഓർത്തിരിക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 4 അത് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ
2.12a പറഞ്ഞിരിക്കുന്ന നിർവചനമാണ് ഗോൾഡൻ അവർ. അവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മണിക്കൂറിൻ്റെ ഹവറാണ് കേട്ടോ. അവർ വായിക്കുമ്പോൾ അവർ എന്നല്ല വായിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഗോൾഡൻ അവർ അല്ലെങ്കിൽ സുവർണ മണിക്കൂർ എന്നതിനാ മലയാളത്തിൽ പറയും. ചിലപ്പോൾ മലയാളത്തിലായിരിക്കും തരുന്നത്. ഗോൾഡൻ അവർ അല്ലെങ്കിൽ സ്വർണ്ണ മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 2.12a ഒന്നുമില്ല. നമ്മുടെ ഒരു വാഹനാപകടം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് ഈ ഗോൾഡൻ അവർ അല്ലെങ്കിൽ സുവർണ അവസരം എന്ന് പറയുന്നത്. അതായത് വാഹനം ഇടിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം വരുമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം തന്നെ നമ്മൾ ഈ ഒരു വാഹനാപകടം നടക്കുക എന്ന് പറഞ്ഞൊരു മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ആദ്യത്തെ 1 മണിക്കൂർ അല്ലെങ്കിൽ ആ നടന്ന 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ നിർണായക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു ഇടപെടൽ, നന്നായിട്ടുള്ള ഒരു ഇടപെടൽ കൃത്യമായിട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം നടന്നിട്ടുള്ള ഒരു വാഹനാപകടം നടന്ന ആദ്യത്തെ 1 മണിക്കൂറിനെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് നല്ലൊരു ചികിത്സ കിട്ടിയാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് അപകടത്തിൻ്റെ ആഴം കൊണ്ടല്ല. ഇപ്പോൾ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ എഴുന്നേറ്റ് ആശുപത്രി പോകാൻ പറ്റിയെന്ന് വരത്തില്ല. ചെറിയൊരു മുറിവുകളായിരിക്കണം. ആ മുറിവിൽ കൂടെ രക്തം മൊത്തം മാർന്നു പോയി ആൾക്കാർ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ അറിയാതെയോ ഒക്കെ കിടക്കുന്നവരാണ് ഈ കൂടുതലും മരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാഹനാപകടം ഉണ്ടായാൽ ആദ്യത്തെ 1 മണിക്കൂറിനെയാണ് ഗോൾഡൻ അവർ. അത് നമുക്കൊരു സുവർണ അവസരം. അങ്ങനെ ഒരു അപകടം നടന്നാൽ ഒരു പ്രതിഫലവും ഇല്ലാതെ, പുള്ളിക്ക് ഒരു ഗുണവും ഇല്ലാതെ ഒരാളെ, അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കുന്നയാളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗുഡ് സമരറ്റിൻ. അത് നമുക്കിനി പഠിക്കാനുണ്ട്, അപ്പം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ഗോൾഡൻ അവറിനെ പറ്റി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 2.12a ആണ്. അപ്പം അതിനകത്ത് ഓർത്തിരിക്കുക, ആദ്യത്തെ 1 മണിക്കൂർ, ഒരു അപകടമുണ്ടായി ആദ്യത്തെ 1 മണിക്കൂർ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടെങ്കിൽ മരണം ഒഴിവാക്കാൻ കഴിയുന്ന 1 മണിക്കൂറാണ് ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2.34. ഈ സെക്ഷനെല്ലാം മോട്ടോർ വാഹന നിയമത്തിലെയാണ്. എം വി ആക്ടിലെയാണ് ഈ 2 സബ്സെക്ഷനെല്ലാം വരുന്നത്. 2.34 എന്താണ് പറയുന്നത്? പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മലയാളം തന്നെ പൊതുസ്ഥലം, പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള റോഡ് പൊതുസ്ഥലമല്ലേ? അതെ, വഴി പൊതുസ്ഥലമാണ്. അതേപോലെ കൂടാതെ ഒരു സ്റ്റേജ് കാരിയേജ്. എന്താണ് സ്റ്റേജ് കാരിയേജ്? നമ്മുടെ ഇപ്പം പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ, ഈ ലൈൻ ബസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കയറ്റി ഒരു സ്ഥലത്ത് നിന്ന് കയറ്റി വേറൊരു സ്ഥലത്ത് ടിക്കറ്റ് എടുത്ത് പോണ വാഹനങ്ങൾ, അതിനെയാണ് സ്റ്റേജ് കാരിയേജ് എന്ന് പറയുന്നത്. നമുക്ക് പെർമിറ്റിൻ്റെ ഭാഗത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സ്റ്റേജ് കാരിയേജിന് അതങ്ങനെയുള്ള ബസ്സുകൾക്ക് ആളെ കയറ്റാനും ഇറക്കാനുമുള്ള സ്റ്റാൻഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പബ്ലിക് പ്ലേസ് എന്ന്. പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡുകൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോഡുകൾ, മറ്റു കാര്യങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, ഇതെല്ലാം പബ്ലിക് പ്ലേസ്, പൊതു സ്ഥലം എന്ന ഡെഫിനിഷനിൽ വരുന്നു. അപ്പോൾ സെക്ഷൻ ഓർത്തിരിക്കുക 2.34 പബ്ലിക് പ്ലേസ്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, എല്ലാവർക്കും അറിയാമല്ലോ പൊതുസ്ഥലം എന്താണെന്നുള്ളത്. ഇനി അടുത്തത് 2.15. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണിത്. കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നത്. നമുക്ക് പല സ്ഥലത്തും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് GVW. അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. ഫുൾ ഫോം പഠിക്കുക, ചിലപ്പം ചോദിക്കുക. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൊത്ത വാഹന ഭാരം. ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ മൊത്ത വാഹന ഭാരം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, ഇപ്പോൾ ഒരു വാഹനം നമ്മൾ എടുക്കുകയാണ്, ഒരു ലോറി എടുക്കുകയാണ്. ഓക്കെ, ലോറിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. ഇപ്പോൾ ഒരു ലോറി എടുക്കുകയാണ്. ലോറി എടുക്കുമ്പോഴത്തേന് നമ്മൾ ഇപ്പം മേടിക്കുന്ന ലോറിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ലോറി കിട്ടും. അതിനൊരു ഭാരമുണ്ട്. ഇപ്പോൾ ഒരു 300 കിലോ, ചുമ്മാ പറയുന്നതാണ്, 300 കിലോ ഭാരമുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റേ കാണും ഇതിൽ ഈ സാധനത്തിനകത്ത് എത്ര ലോഡ് കയറ്റാം. അത്രയാണ്. ഒരു 300 കിലോ ഉള്ള വണ്ടിയിൽ നമുക്കൊരു 100 കിലോ ഭാരം അതിൻ്റെ ലോഡ് കയറ്റാം. ചുമ്മാ പറയുന്ന കേട്ടോ, 100 കിലോ ലോഡ് കയറ്റാം. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ മൊത്ത വാഹന ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടാം. 300 കൂടെ കൂട്ടിയാൽ 400 ഇതിൻ്റെ 400 കിലോയാണ് ഇതിൻ്റെ GVW എന്ന് പറഞ്ഞാൽ. അപ്പം GVW എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാഹനത്തിൻ്റെ ഭാരം. അതുകൂടാതെ അതിനകത്ത് കയറ്റാൻ പറ്റുന്ന പരമാവധി ലോഡിൻ്റെ ഭാരം അതുകൂടെ കൂട്ടുന്നതാണ് വാഹനത്തിൻ്റെ GVW എന്ന് പറയുന്നത്. ഒരു വാഹനത്തിൻ്റെ ഭാരവും അതിനകത്ത് കയറ്റാൻ പറ്റുന്ന ലോഡിൻ്റെ ഭാരവും കൂടെ കൂട്ടുന്നതാണ് GVW എന്ന് പറയുന്നത്. മൊത്ത വാഹന ഭാരം എന്നാൽ വാഹനത്തിൻ്റെ ഭാരവും രജിസ്ട്രേഷൻ അതോറിറ്റി സർട്ടിഫൈ ചെയ്ത വാഹനത്തിന് അനുവദനീയമായ ലോഡിൻ്റെയും ആകത്തുക.
ഓക്കെ, അപ്പം 300 കിലോയാണ് വാഹനത്തിൻ്റെ ഭാരം, 100 കിലോയാണ് അതിനകത്ത് കയറ്റാൻ പറ്റുന്നത്. അപ്പം വാഹനത്തിൻ്റെ GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് അല്ലെങ്കിൽ മൊത്ത വാഹന ഭാരം എന്ന് പറഞ്ഞാൽ 400 കിലോയാണ്. അത്രയേ ഉള്ളൂ. അത് അപ്പം സിമ്പിളായിട്ടൊന്ന് ഓർത്തിരിക്കുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വെച്ച് ഈ ഒരു ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വെച്ച് നമ്മുടെ വാഹനത്തെ തരം തിരിക്കാറുണ്ട് അല്ലേ. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ, ഹെവി മോട്ടോർ വാഹനങ്ങൾ, മീഡിയം മോട്ടോർ വാഹനങ്ങൾ. ഈ GVW എത്രയാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഒരു വാഹനം എടുത്താൽ ആ വാഹനത്തിൻ്റെ GVW എന്ന് പറഞ്ഞാൽ 12,500 കിലോഗ്രാമാണ്. അപ്പോൾ അത് ഏത് വാഹനമാണെന്ന് ചോദിച്ചാൽ അത് ഹെവി വാഹനമായിട്ട് മാറും. അപ്പം നമുക്ക് നോക്കാം അത് എത്ര വരെയുള്ളതാണ് ഹെവി വാഹനങ്ങൾ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഈ GVW വെച്ചാണ് പറയുന്നത്. നമുക്ക് അടുത്തായിട്ട് ഈ ഒരു സെക്ഷനകത്ത് അത് പറയുന്നില്ല, പക്ഷേ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിപ്പോകാം, ചോദിക്കാറുള്ളതാണ്. ആദ്യത്തെ നോക്കാം, ഹെവി ഗുഡ്സ് വാഹനം. ഹെവി ഗുഡ്സ് വാഹനം അത് 12-16 പറയുന്നത്. അടുത്ത സെക്ഷനായിട്ടാണ് അത് പറയുന്നത്. 12-16 ഹെവി ഗുഡ്സ് വാഹനം 12-16. എന്താണ് ഹെവി ഗുഡ്സ് വാഹനം? മൊത്ത വാഹന ഭാരം 12,000, അതായത് GVW ലോഡും വാഹനത്തിൻ്റെ വെയിറ്റൂടെ കൂടിയ GVW 12,000 കിലോഗ്രാമിൽ, കണ്ടോ, 12,000 കിലോഗ്രാമിൽ അധികമായ ചരക്ക് വാഹനം, അപ്പം 12,000 എന്ന് പറയുമ്പോൾ ഓർക്കുക, 12,000-ലും അധികമുള്ള 12,001 മുതൽ അല്ലെങ്കിൽ 12,000.1 മുതലുള്ള വാഹനങ്ങളാണ്. 12,000 അധികം വരുന്നില്ല, 12,000-ലും കൂടുതലുള്ള വാഹനങ്ങളാണ് വരുന്നത്. കൺഫ്യൂഷൻ ആക്കാനായിട്ട് തരും. അപ്പോൾ ഓർക്കുക, ഹെവി ഗുഡ്സ് വാഹനം എന്ന് പറഞ്ഞാൽ 12,000 ഉള്ള വാഹനം ഹെവി ഗുഡ്സ് ആണോ? അല്ല, 12,000-ലും അധികമുള്ള മൊത്ത വാഹന ഭാരം 12,000 കിലോഗ്രാമിലും അധികമായ വാഹനങ്ങളെയാണ് പറയുന്നത് ഹെവി ഗുഡ്സ് വാഹനം എന്ന്. അതേപോലെ തന്നെ ഇപ്പം സാധാരണ വാഹനങ്ങൾ, ഇപ്പോൾ ലോറിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ GVW 12,000 കൂടുതലാണ്, അത് ഹെവി വാഹനം. അല്ല, ബസ് ആളെ കയറ്റുന്നതല്ല. ഇപ്പം അതേപോലെയുള്ള വാഹനമൊക്കെ 12,000-ൽ ആണെങ്കിൽ അത് ഹെവി ഗുഡ്സ് വാഹനം. അപ്പോൾ ഇനി ഒരു കേസ്, ഇനി അടുത്ത റോഡ് റോളർ, നമ്മൾ അമ്മാമണ്ടി എന്നൊക്കെ പറയുന്ന റോഡ് റോളർ, അതേപോലെ തന്നെ ട്രാക്ടർ. ഈ രണ്ട് വാഹനത്തിലും ഒരു മിനിറ്റ്, ഓക്കെ സോറി, ചാർജർ കുത്താൻ മറന്നു പോയത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളപ്പം രണ്ട് വാഹനങ്ങളുടെ പറഞ്ഞു, റോഡ് റോളർ, അമ്മാമണ്ടി അല്ല ട്രാക്ടർ. അപ്പോൾ ഈ ഒരു വാഹനം തൂക്കി നോക്കുമ്പോൾ അതിൻ്റെ GVW അല്ല നോക്കുന്നത്. ഇപ്പം നമുക്കറിയാം റോഡ് റോളർ അത് ലോഡ് കയറ്റുന്ന വണ്ടിയല്ല, ട്രാക്ടർ അതേപോലെയുള്ള വാഹനങ്ങളിൽ ഈ ഒരു രണ്ട് വാഹനം ഓർത്താൽ മതി, റോഡ് റോളർ, ട്രാക്ടർ. ഇത് തൂക്കി നോക്കുവാണ്, അതിനകത്ത് ലോഡൊന്നും വേണ്ട. അതിനെ തൂക്കി നോക്കുമ്പോൾ അതിൻ്റെ ഈ ലോഡില്ലാത്ത ഭാരം, അൺലാഡഡ് ആയിട്ടുള്ള, അതിനെയാണ് അൺലാഡഡ് എന്ന് പറയുന്നത്. ലോഡ് ഇല്ലാത്ത ഭാരം 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അതും ഈ ഹെവി ഗുഡ്സ് വാഹനങ്ങളിൽ വരും. അപ്പം അമ്മാവണ്ടിയും അതേപോലെ തന്നെ ട്രാക്ടറും ഹെവി ഗുഡ്സ് വാഹനമാണ്. അപ്പോൾ അതങ്ങനെ ആകണമെങ്കിൽ അത് തൂക്കുമ്പം 12,000 കിലോഗ്രാമില്ല. ആ ഒരു GVW അല്ല, ലോഡില്ലാത്ത വാഹനം. ലോഡും കൂടെ കൂട്ടിയല്ലേ GVW പറയുന്നത്. പക്ഷേ ഇത് അൺലാഡഡ് വെയിറ്റ്, ലോഡില്ലാത്ത ഭാരം 12,000 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ അത് ഈ പറയുന്ന ഹെവി ഗുഡ്സ് വാഹനമായിട്ട് പരിഗണിക്കും. അപ്പോൾ ഓർക്കുക, 12,000 കിലോഗ്രാമിൽ GVW ഉള്ള ഏതൊരു വാഹനവും, അതേപോലെ തന്നെ ട്രാക്ടറോ റോഡ് റോളറോ ആണെങ്കിൽ അതിൻ്റെ ലോഡല്ലാത്ത അൺലാഡഡ് ഭാരം 12,000 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ അതെന്താണ്? ഹെവി ഗുഡ്സ് വാഹനമാണ്. ഹെവി ഗുഡ്സ് എന്ന് പറയുമ്പോഴേ അറിയാം, ആളുകളെ കയറ്റുന്ന വാഹനമല്ല, ഗുഡ്സ് കയറ്റുന്ന വാഹനമാണ്. സാധനങ്ങൾ, ഗുഡ്സ് എന്ന് വെച്ചാൽ സാധനങ്ങൾ കയറ്റുന്ന വാഹനം, ലോഡ് കയറ്റുന്ന വാഹനമാണ് ഗുഡ്സ് വാഹനം. ഇനി അടുത്തത് മീഡിയം വെഹിക്കിൾ. മീഡിയം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ GVW ആണ്. GVW 7,500 കിലോഗ്രാമിനും 12,000. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 12,000 കിലോഗ്രാം. ഇപ്പം നമ്മളോട് ചോദിക്കുക, ഒരു ലോറി അതിൻ്റെ വെയിറ്റ് 12,000 കിലോഗ്രാമാണ്. ഇത് ഏത് വിഭാഗത്തിൽ വരുന്നു? ഹെവി ഗുഡ്സ് വാഹനം, ഹെവി പാസഞ്ചർ വാഹനം, മീഡിയം ഗുഡ്സ് വാഹനം, മീഡിയം പാസഞ്ചർ വാഹനം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ ഏതായിരിക്കും 12,000 വരുന്നത്? 12,000 എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും ഹെവി ആയിരിക്കും. അല്ല, 12,000-ൽ കൂടുതലാണെങ്കിൽ അത് ഹെവി ആകുന്നത്. അപ്പം 12,000 ഏതാണ്? മീഡിയം വാഹന. 7,500 മുതൽ 7,500 കിലോ ഉൾപ്പെടെയാകട്ടെ വരുന്നത്. ഇതിനകത്ത് 7,500 മുതൽ 12,000 വരെയുള്ള 7,500 ഹെവി ഗുഡ്സ് വാഹനത്തിൽ, മീഡിയം ഗുഡ്സ് വാഹനത്തിൽ വരും. 7,500 കിലോ മുതൽ 12,000 കിലോ വരെയുള്ള വാഹനങ്ങളൊക്കെ എങ്ങനെ പറയും? മീഡിയം വെഹിക്കിൾ. അപ്പം അത് ലോഡ് കയറ്റുന്നതാണെങ്കിൽ മീഡിയം ഗുഡ്സ് വെഹിക്കിൾ എന്നും, ആൾക്കാരെ കയറ്റുന്നതാണെങ്കിൽ മീഡിയം പാസഞ്ചർ വെഹിക്കിൾ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഓർക്കുക, GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 7,500 കിലോ മുതൽ 12,000 വരെയുള്ള വാഹനങ്ങൾ ഏതാണ്?
മീഡിയം വെഹിക്കിളാണ്. ഇനി അടുത്തത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഒരു വാഹനം തൂക്കുമ്പോൾ അതിൻ്റെ GVW 7500 കുറവാണെങ്കിൽ അതിനെ എന്ത് പറയാം? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയാം. 7500 ആകുമ്പോൾ അത് മീഡിയമായി. 7500 താഴെയുള്ള വാഹനങ്ങളൊക്കെ ഏതാണ്? ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ്. അപ്പോൾ 3 ക്ലിയർ ആയാലോ? നമ്മൾ 3 സാധനങ്ങൾ പഠിച്ചു. ഹെവി വെഹിക്കിള്, മീഡിയം വെഹിക്കിള്, ലൈറ്റ് വെഹിക്കിൾ. അപ്പോൾ ഇനി നമ്മൾ ഈ പേര് വായിച്ചിട്ട് കണ്ടുപിടിക്കണം. ആളെ കയറ്റുന്നതാണോ പാസഞ്ചറെ കയറ്റുന്നതാണോ? ആളെ കയറ്റുന്നതാണെങ്കിൽ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയും. സാധനം കയറ്റുന്നതാണെങ്കിൽ ഗുഡ്സ് വാഹനങ്ങൾ എന്ന് പറയും. ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ സംഭവം തെറ്റിപ്പോൾ. ഓരോ പരീക്ഷയ്ക്കും കൊനഷ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പം വണ്ടിയെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ഏകദേശം ധാരണ കാണും. അപ്പം ഈ കൂടുതൽ ആളുകളും ഈ ധാരണയൊന്നും ഇല്ലാത്തവർ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ അറിയാവുന്നവരാണെങ്കിലും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് പഴയ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും പറഞ്ഞു, ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആവേശത്തിൽ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയി. 12,000 എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഹെവി ആയിട്ട് നമുക്കങ്ങ് തോന്നുക. ഹെവി ആയിട്ട് അങ്ങ് കൊടുത്ത് നമ്മൾ പിന്നീടൊന്ന് ചെക്ക് പോലും ചെയ്യുന്നില്ല. ശരിയാണെന്ന് അങ്ങ് ഉറപ്പിക്കുക. പിന്നെ ആൻസർ കീ വരുമ്പോഴാണ് അത് തെറ്റാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്ത് അതേപോലെ തന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഹെവി എന്ന് പറഞ്ഞാൽ 12,000 കിലോയിൽ കൂടുതലുള്ള 12,000 കിലോഗ്രാമിൽ കൂടുതലുള്ള പാസഞ്ചർ എന്ന് പറയുമ്പം ആളെ കയറ്റുന്ന വാഹനം. അപ്പോൾ അതെന്തൊക്കെയാകാം? പബ്ലിക് സർവീസ് വാഹനങ്ങളാകാം. പബ്ലിക് സർവീസ് വാഹനങ്ങൾ എല്ലാവരും തെറ്റിച്ചൊരു ടേമാണ് കേട്ടോ. പബ്ലിക് സർവീസ് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോഴത്തേന് തോന്നും പബ്ലിക് സർവീസ് വാഹനങ്ങൾ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് സർവീസ് കുഴപ്പമില്ല. നമ്മളെ കൺഫ്യൂസ് ആക്കിയ വാക്ക് പ്രൈവറ്റ് സർവീസ് വാഹനങ്ങളാണ്. ഇത് പബ്ലിക് സർവീസ് വാഹനങ്ങളാണ്. പബ്ലിക് സർവീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള പൊതുജനങ്ങൾ എടുക്കുക. സർവീസ് എന്ന് പറഞ്ഞാൽ സർവീസ് നടത്തുക. അത് പൊതുജനങ്ങളെ ആയിട്ട് പോണ വാഹനങ്ങൾ ഏത് വേണേലും ആകാം അല്ലേ? ബസ്, കാറ്, ലോറി, ബസ്, കാറ്, അതേപോലെയുള്ള ആളുകളെ കൊണ്ടുപോകണ വാഹനങ്ങൾ. ലോറിയിലാട്ടോ തെറ്റിപ്പോയതാണ്. അതാണ് പബ്ലിക് സർവീസ്. ആൾക്കാരെ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകണ എല്ലാ വാഹനങ്ങളും എന്ത് പറയാം? കാറ് എല്ലാം പബ്ലിക് സർവീസ് വാഹനങ്ങളാണ്. ആൾക്കാരെ കൊണ്ടുപോകണ വാഹനങ്ങൾ പബ്ലിക് സർവീസ് വാഹനങ്ങൾ എന്ന് പറയാം. പിന്നെ പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ, അതാണ് സംശയം ഉണ്ടാക്കിയത്. പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്രൈവറ്റ് വാഹനങ്ങൾ, അതായത് സ്വകാര്യ വ്യക്തികൾ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർ പ്രൈവറ്റ് സർവീസ് വാഹനമാണെന്നൊരു തോന്നൽ വരും. പക്ഷേ അല്ല. പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ്. പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം എടുക്കും. ഇപ്പോൾ ഒരു വലിയൊരു തുണിക്കടയുണ്ടല്ലേ, ഒരു വലിയൊരു തുണിക്കട. അപ്പോൾ അവിടെ കുറേ സ്റ്റാഫുണ്ട്, ഒരു 100 സ്റ്റാഫുണ്ട്. അപ്പോൾ ഈ 100 സ്റ്റാഫുകളെ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവരാനായിട്ട് അവരൊരു വാഹനം ഇടും. അങ്ങനെ അവരുടെ അപ്പോൾ ഈ ഒരു സ്വകാര്യ ഈ വാഹനത്തിൽ ആരെയേ കയറ്റുള്ളൂ? ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളെ മാത്രം കയറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. ഇങ്ങനെയുള്ള വാഹനങ്ങളാണ്. അല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ, അങ്ങനെയുള്ള സ്വർണ്ണക്കടയോ അങ്ങനെയുള്ള എന്തെങ്കിലും എനിത്തിങ് എൽസ് എന്തായിക്കോട്ടെ, അതിനകത്തോട്ട് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് സർവീസ് നടക്കുന്ന വാഹനങ്ങളാണ് പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ബസ്സുകൾ, ഒമിനി ബസ്സുകൾ, അല്ലെങ്കിൽ അത്രയും ഓർക്കുക. അങ്ങനെ അതേപോലെ ആൾക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ 12,000 കിലോഗ്രാമിൽ ആൾക്കാരെ കൊണ്ടുപോകണ 12,000 കിലോഗ്രാമിലും അധികമുള്ള വാഹനങ്ങൾ ഹെവി വാഹനങ്ങൾ. പിന്നെ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, അൺലാഡഡ് വെയിറ്റ് 12,000 കിലോഗ്രാമിൽ അധികമായ കാറുകൾ. ഇപ്പോൾ ഒരു കാറെടുത്ത് ലോഡില്ലാതെ തൂക്കുമ്പം അതിൻ്റെ ഭാരം 12,000-ൽ കൂടുതലാണെങ്കിൽ, ഒരു ലോഡില്ലാതെ ഒരു കാറെടുത്ത് തൂക്കുമ്പോൾ, മോട്ടോർ കാറെടുത്ത് തൂക്കുമ്പം അതിൻ്റെ വെയിറ്റ് 12,000-ൽ കൂടുതലാണെങ്കിൽ അതും എന്ത് പറയും? ഹെവി പാസഞ്ചർ വെഹിക്കിളിൽ നിന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 2.17 സെക്ഷൻ നമ്പർ പഠിച്ചു വെക്കുക കേട്ടോ. കഴിഞ്ഞ തവണ ഡെഫിനിഷൻ്റെ സെക്ഷൻസ് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇത്തവണ ചോദിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പം ഈ ഒരു ഡെഫിനിഷൻ സെക്ഷൻ ഇന്നത്തെ കൊണ്ട് തീർന്നു. ഇനി അടുത്തത് നമുക്ക് CMVRും KMVRും ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പം റാൻഡം ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും. അതിൻ്റെ നോട്ട്സും പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.